സോ ഇന്നെന്താ പരിപാടി വെച്ചാല് ഒരു അതെ നമ്മളിപ്പോ നമ്മുടെ മറ്റേ പഴയ വേൾഡ് പ്ലക്കി പോയ കാരണം നമ്മൾ ഇവിടെ കുറച്ച് റീസോഴ്സ് ഗ്യാദർ ചെയ്യണം. അപ്പൊ അതെ നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ യൂട്യൂബർ ഈ അണ്ണനാണ് ഇവിടുത്തെ PWDയുടെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെയും മന്ത്രി. അതെ അതെ നമ്മുടെ പേര് റഷീദ്. നമ്മൾ ഇവിടുത്തെ പ്രൊഫഷണൽ അങ്ങനെയല്ല, മറ്റേ ഖനന യന്ത്രീയങ്ങളുടെ മറ്റേ നമ്മള് കൊണാണ്ടറാണ്. അതിന്റെ കൂടെ നമ്മൾ ബാക്കി റീസോഴ്സുകളും നമ്മൾ തോണ്ടിത്തരും നല്ലതാ. പറയുന്ന അപ്പൊ അനുസരിച്ച്. നിങ്ങളുടെ സ്വഭാവം തോണ്ടലാണല്ലേ? അയ്യോ കൊന്നതായില്ല എടാ അറിഞ്ഞോണ്ടല്ലടാ, അറിയാണ്ട. അയ്യോ ഞാൻ അറിയാണ്ട് അടിച്ചതാട്ടോ. എടുത്ത് ഇവിടെ കിടപ്പുണ്ടല്ല, ഞാനൊന്നും എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രകാരം നമ്മളിപ്പോ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അതെ അതെ വസ്തുക്കൾ ശേഖരിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നാ ഒരു സ്റ്റാക്ക് ഡയമണ്ട് എടുത്തോണ്ട് കിട്ടിയില്ലേ? ചില്ലറ കുഴപ്പമൊന്നുമല്ല. അതെ 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 ചില്ലറ അല്ല അപ്പൊ ഒരു 3 സ്റ്റോൺ എന്തെങ്കിലും തരുമോ? കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കിട്ട് ഞാൻ തരാൻ നോക്കാം. ഇത്തിരി ഫുഡ്. ഇതെന്താ ടഫോ ബ്രോ? വാട്ട് ഈസ് ദിസ് ടഫ്? ടഫും പൊളിയൊന്നും എനിക്ക് വേണ്ട. ടഫ് ഒന്നുമില്ല. ടഫ് ഷിറ്റാ. ടഫ് ഷിറ്റ്. സ്റ്റോണ് കോബിള് വരെ ഗോബിൾ സ്റ്റോൺ അതിപ്പോ തുറക്കരുത്. എവിടെ? അതെന്താ അതിന്റെ അകത്തെന്താ? അതിനകത്തൊന്നുമില്ല. അവിടുന്ന് എന്തേലും എടുത്ത് കഴിഞ്ഞാൽ തലയടിച്ച് ഞാൻ വിളിക്കും കേട്ടോ. അതെ എടുത്ത ഞാൻ മലപ്പുറം ഇട്ടെ. അതെനിക്ക് വേണ്ട. നീ വെച്ച് കിട്ടി. അയ്യോ മറ്റേ സംഭവം ഉണ്ടാക്കണല്ലേ ക്രാഫ്റ്റിംഗ് ബെഞ്ചിന്റെ ഫ്രണ്ടിൽ തന്നെ നെഞ്ചും പിരിച്ച് ഭാഗം. എടാ ഇപ്പുറത്തുള്ളൊരു ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഉണ്ടല്ലോ, കണ്ണി കുഴിയാണോ ബ്രോ? അടിക്കട്ടെ ഞാനവിടെ തോണ്ടിക്കൊണ്ടിരിക്കുവല്ലായിരുന്നു. അടിക്കട്ടെ. ബഹുമാൻ എന്തിനാ വെറുതെ അഹിംസയുടെ പാതയിൽ സഞ്ചരിക്കൂ സുഹൃത്തെ. അതെ ഹിംസയുടെ പാതയിൽ സഞ്ചരിക്കാനും അല്ല സഞ്ചരിക്കോ എന്താ വെച്ചാ കാണിച്ചു. അല്ല അതെന്തിനാ? അതെന്താ? അല്ല കോളുണ്ടോ? കോളുണ്ടാ ഇവിടെ വീട്ടിലുണ്ടല്ലോ. ഞാൻ കുറച്ച് ഇവിടെ കയറ്റൊന്നുമില്ല. എന്താ? ഹലോ മെമ്പേഴ്സിനെ വിളിക്കുന്നീ. അത് തന്നെ അതല്ല ഞാൻ ചോദിക്കട്ടെ, രോഹിത് എന്താ കയറാത്ത? അവന്റെ ഒരു വൈഫൈ സെറ്റ് ചെയ്യുന്നൊക്കെ പറയാനായിട്ടല്ലോ. രോഹിത്തിന്റെ വൈഫൈ അവനെ റെക്കോർഡിങ് 4000 പ്രാവശ്യം പറഞ്ഞ എന്റെ സോറി രോഹിത്തിന്റെ വൈഫൈക്ക് നല്ല നേരത്തെ പറഞ്ഞ അതേപോലെ ബ്രോ ഇങ്ങോട്ട് വരണ്ട ബ്രോ, അവിടെ നിന്നാ മതി. ഇത് ഞങ്ങളുടെ എടാ മോനെ ഇവിടെ വന്നിട്ട് നീ എന്ത് കാണിക്കാന്? ഇവിടെ ഒരു തേങ്ങയില്ല. ഇവിടെ ആകെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്തോടെ. അയ്യോ എടാ വേറെ ആരെയും വിളിച്ച് കയറണം, മറ്റേ വിളിച്ച് കയറ്റ്. എന്തിനാ വെറുതെ അങ്ങനെ ഉപദ്രവിച്ചൂടാ? എന്താ? ഹലോ എന്താണ് അവർക്ക്? നീ ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോ. പടം കാണാൻ പോണൊക്കെ കൊള്ളാം. പടം കഴിഞ്ഞിട്ട് കഥ വല്ലതും സ്റ്റോറി ഇട്ടാ വരുണിന് സംഭവിച്ചത് നിന്റെ കൂടെ ഇടും ഞാൻ. വരുണിന് സംഭവിച്ചതൊക്കെ നിന്റെ കൂടെ നടക്കും. പിന്നെ അത്രേ ഉള്ളൂ. അവിനാശ് നമുക്കേ ഈ പോക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിയിൽ 2 കുഴി എടുത്തിട്ട് വെട്ടി മൂടാ കേട്ടോ. കാര്യം ഞാൻ പറയാം. സ്പോയിലർ എങ്ങനെ അടിച്ചാ എടാ നീ അല്ലെങ്കിൽ റിസോഴ്സ് എങ്ങനെ കളക്ട് ചെയ്യണം. അപ്പൊ ബാക്കിയുള്ളവര് വരുമ്പോഴത്തേക്ക് നിനക്ക് കുറെ സാധനം കിട്ടില്ലേ? ട്രേഡ് ചെയ്യാല്ല. നിങ്ങൾ ഓൾറെഡി സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്, ഓർക്കണം നീ. എനിക്ക് ഇവിടെ ലൂട്ട് എടുക്കാൻ പറ്റൂലടാ. അതെന്താണ്? അതെന്താ ലാൻഡ്? എന്താ? എടാ കുറച്ചപ്പുറത്ത് മാറിപ്പോ എടുത്തിട്ടോടാ. എടാ എന്തായാലും സോയില്
മൈൻഡ് ചെയ്യാനൊക്കെ അല്ലേ ഉള്ളൂ. അത് അപ്പുറത്തോട്ട് ഇച്ചിരി മാറിപ്പോയി എടുക്ക്. പിന്നെ മടി വിചാരിക്കല്ലേ ബ്രോ, തൊട്ടടുത്ത് എടുക്കല്ലേ, കുറച്ച് നേരമൊക്കെ എടുക്ക്. നിങ്ങളുടെ ബെഡ് ഉണ്ടോ? ബെഡ് അല്ല, നിങ്ങളുടെ അവിടെ വില്ലേജ് ഇല്ലേ? നിന്റെ സ്പോണിന്ന് ഓൾമോസ്റ്റ് 1000. എടാ ഇതൊക്കെ ആരുടെ പണിത് അബി? എനിക്കറിയില്ല, ഞാനിപ്പോഴൊക്കെ കാണുന്നത്. ഇതെന്താ? അത് ആൻഡ്രോക്ക. ഏതാ നീ കണ്ടോ ഇനി? അവന്മാര് മാറിയില്ല ഇതുവരെ. പുതിയ പക്കൽ കേന്ദ്രം തുടങ്ങി. ഞാൻ വില്ലാൻ സാഗോടെയാണ് നിൽക്കണത്. നല്ല ഞാൻ അങ്ങോട്ടേക്ക് അപ്പൊ വരട്ടെ. ഇതൊന്നും പൊട്ടിക്കണ്ടാട്ടാ, തിരിച്ച് പണിയാൻ പോലും അറിഞ്ഞൂടാ എനിക്ക്. അതെനിക്കറിയില്ല. ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ. പെട്ടുപോയ പോലെ. എന്താ? ബ്രോ ഹലോ, എടാ ബാ നമുക്ക് മൈൻഡ് ചെയ്തിട്ട് വരാം അബി. അല്ല ഞാൻ മൈൻഡ് ചെയ്തിട്ട് വരാം. നിനക്ക് നീ വല്ലതും പണിയണ്ട ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കുറച്ച് കുറച്ച് നാളെടുക്കും അത്. എടാ നീ പോയി മൈൻഡ് ഞാൻ ചെയ്യുവാക്ക, വെറുതെ നിക്കല്ലേ നീ, എന്തേലൊക്കെ എന്തെങ്കിലും ചെയ്യ്. മൈൻഡ് ചെയ്യട്ടെ. എടാ നിങ്ങൾക്ക് അവിടെ ഡെവലപ്മെന്റിനുള്ള സാധനം, നീ റിസോഴ്സ് കളക്ടർ ആകും, അങ്ങനെ എന്തേലൊക്കെ ചെയ്യ്. ഞങ്ങളിവിടെ ഫുൾ പ്ലാൻ ഇട്ട് കഴിഞ്ഞ് മറ്റേ ഇത് അവിനാഷ്. അതെ അതെ, അതായത് റിസോഴ്സ് ആര് കളക്ട് ചെയ്യും, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് കളിക്കണല്ലേ. അതന്നെ ബി അവിനാഷ്. അതെ അതെ, ഇപ്പൊക്കെ ഞാൻ ലാവേ വേണ്ടി ചാവും. അയ്യോ, എന്റെ പിക്കാക്സ് ഇല്ല, ഞാൻ എന്ത് താങ്ക് എവിടെ വരെ വന്ന്. നമ്മുടെ വില്ലേജിന്റെ സൈഡിൽ കൂടി ഒരു പുഴയില്ലേ, ആ അവിടെ നിന്ന് താഴേക്ക് ചാട്. ആ പുഴയെന്ന് താഴേക്ക് ഒരു വെള്ളച്ചാട്ടം മാതിരി സെറ്റപ്പ് ഉണ്ട്. അയ്യോ കിട്ടി. അതെ ഇങ്ങോട്ട് മുകളിലേക്ക് താഴേക്ക് വരും. ഇങ്ങോട്ട് ഓ പൊളി. അമ്മേ, എന്നെ കൊന്നേ. അങ്ങനെയാണ് ശരിക്കും. ഇല്ല, ചത്തില്ല, അവൻ ചത്തിട്ടില്ല. ഇല്ല, അതെനിക്കറിയാം. നീ കണ്ടില്ല അവന്. അടിയടാ രണ്ടും കൂടെ എന്റെ സ്കോഡുണ്ട്. അടിച്ചു. ചത്തില്ല അവൻ. എനിക്ക് നീയും അവന് മാറിപ്പോയത് പണ്ടാ. ഞാൻ ചത്ത. ഞാൻ ചത്തു. രണ്ടുപേര് ചത്ത, അതിന് മാത്രമൊന്നും പറ്റിയില്ലേ? ഇപ്പൊ ശരിക്കും അവൻ ഡീസ്പോൺ ആവേണ്ടതാണ്. അല്ലടാ, മറ്റേ അയൺ ആർമർ ഉള്ളതുകൊണ്ടാണ്. ആർമർ ഉള്ളതുകൊണ്ടാണെങ്കിൽ ഇതിനെന്ത് പവറാണ് ഇതിന്? അതെന്താ? വീട്ടുകാരൊക്കെ നോക്കണ ഒരു സാധനം കാണിക്കാനാ. വരട്ടെ, സാധനം നിന്റെ എന്തൊക്കെയുണ്ടായി എന്നാ? 1.5 സ്റ്റാക്ക് കോപ്പർ ബ്രാഞ്ച് ഇതൊക്കെ ഇയാളുടെ ഇതൊന്നും എന്റെ ഇല്ല ഇട്ടോ, ഞാൻ എടുത്തോളാം. കയ്യിലുള്ളതും കൂടെ ഇട്ടോ, ഞാൻ എടുത്തോളാം. ദൂക്കി. നീ ഷെയ്ഡർ ഇട്ടുണ്ടാ? അത് അങ്ങനെ എന്താ പൊട്ടിക്കാൻ പറ്റും. ഇത് പൊട്ടിച്ചിട്ടും ഇല്ല, ഇത് പൊട്ടിച്ചിട്ട് മറ്റേ സാധനം ഉണ്ടാക്കാൻ പറ്റും. സ്പൈ ഗ്ലാസ്, ടെലസ്കോപ്പ് മാതിരി സൗണ്ട് ഒക്കെ ഉണ്ടാക്കും പൊട്ടിക്കുമ്പോ. നിനക്ക് കട്ട കിട്ടണ ചുമ്മാ പൊട്ടിക്കണ? ഇല്ല, കട്ട കിട്ടുന്നുണ്ട്. അത് കുഴപ്പമില്ല. അകത്തോട്ട് വിളിച്ചോണ്ടാ സ്കോഡും കൊണ്ട് കൊല്ലാൻ നോക്കും. ഞാൻ പറ്റാവും. ചാവുന്നില്ലേ പണ്ടാരങ്ങള്? എനിക്ക് തോന്നണ ഇത് നീ പറഞ്ഞ കറക്റ്റ് ആണെന്ന്, ഹാർട്ടിൽ ഇട്ടേക്കണായിരിക്കും. അല്ല, കാരണം ഇല്ലെങ്കിൽ ഇത്ര അടിയിൽ ചാവണതാ. മറ്റേ വേണ്ടിലൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? സത്യം 4 അടിക്കാറുണ്ട്. ഞാൻ സ്റ്റോൺ സ്വാഡും കൂടി അടിച്ചു. എടാ, ഞാൻ അയൺ പിക്കാക്സ് വെച്ച് അടിച്ചിട്ട് ചത്തില്ല. പിന്നെ നിന്റെ സ്റ്റോൺ അത് ഡീസ്പോണും ആവണല്ലോ പണ്ടാരം. ഇതുവഴിയായിരുന്നു.
എന്റെ സാധനം എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയൊക്കെ ഉണ്ട്. മറ്റേ ആ പിക്കാക്സ് ആണ് മെയിൻ സാധനം. ബാക്കിയെല്ലാം നീ എന്താ എടാ അതെന്താ പിന്നെ വന്നത്? അവൻ എന്റെ കയ്യിൽ നിന്ന് ഒരു ആക്സ് എടുത്തടാ. ഓ ഒട്ടും ഇല്ല പണ്ടാല് ഇതുണ്ടാക്കണെങ്കി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉറങ്ങിയിട്ടേ നാളെ വേറെ പിക്കാക്സ് ഇതൊക്കെ ഉണ്ടാക്കിട്ട് രാവിലെ പോയി എടുക്കാം. വുഡ് ഉണ്ടോ കയ്യില്? വടക്കം ബ്രോ ഒന്ന് ഉറങ്ങോ? ഫുഡും ഇല്ല, ഒരു തേങ്ങാക്കൊല ഇല്ല കയ്യില്, പോയി എടുക്കണം. എടാ ഉറങ്ങടാ. കിണ്ടി ബാ പോയി ആ സാധനത്തിന് കൊല്ലാം. എടുക്ക 5 മിനിറ്റേ ഉള്ളു. രാത്രി ആകുമ്പോ പിന്നെ ഇനി അവിടെ സ്പോൺ റേറ്റ് കൂടും ഇനിയിപ്പോ. കൊറേ എന്തായാലും ചാവും. കയ്യിലൊന്നും ഇല്ലല്ലോ, സങ്കടപ്പെടാനൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ പുള്ളി ആ സൗണ്ട് കൊള്ളായിരുന്നു. അത് ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്തിട്ടേക്കട്ടെ. സമാധാനം. Let's go. We fought together. We won. ബ്രോ ആ പിക്കാക്സും എടാ ഇവിടെ ആരാണ് ഇത് ചെയ്ത് വെച്ചേക്കണേ? എടാ ഇങ്ങോട്ടേ അവിനാശി ഇങ്ങോട്ട് വാ. കിഴങ്ങി ഇങ്ങോട്ട് വന്നാ ഇത് കണ്ട എന്തിരി ഇതെന്താ നോക്കി. ഇത്രയും പാരലാരും വിളിച്ചു നീയാ? ആ ഞാനൊന്നുമില്ല. നീയേ എന്റെ കയ്യിന്ന് നിന്റെ കയ്യില് മറ്റേ ഇത് കിട്ടിയിട്ടുണ്ടാവും, ടോർച്ചും പിക്കാക്സും താ, സ്റ്റോണിന്റെ കബിൾ സ്റ്റോണും താ. ആ ടോർച്ച് 24, കോളും ഉണ്ടാവും, കോള് 23. പിന്നെന്താ പിക്കാക്സ് അല്ല ഇത് ആരോ നീ വെച്ചോ. വേറെന്തേലും ഉണ്ടായിരുന്നോ? ആരോ ഒന്നും വേണ്ട എനിക്ക് പിക്കാക്സ്. എന്റെ പിക്കാക്സ് ഒന്നുമില്ല. പിക്കാക്സാ? ഓ 2 ഉണ്ടായിരുന്നു. സ്റ്റോണിന് ആ പകരം ഒരു പിന്നെ അയണായാലോ? മറ്റേ എന്തായാലും മതി. എന്നിട്ട് ഒരു കബിൾ സ്റ്റോൺ ബാക്കിയുള്ളതാ. മറ്റേ ഹെൽത്ത് പോയിരിക്കണായിരുന്നു. എന്താ കള്ളപ്പന്നി. കോബിൾ സ്റ്റോൺ നിന്റെ അല്ലായിരുന്നു? കോബിൾ സ്റ്റോൺ ആ എന്റെ എന്താ കിട്ടിയ? തിരിഞ്ഞു നോക്കണം പൊട്ട. എടാ പടിയിൽ തിരിഞ്ഞു നോക്കണം. കിട്ടിയില്ലേ? ഓ ഇല്ല അമ്മേ. ഇനി ബാക്കി കേവതണ്ട. സിൽവർ ഇവിടെ ഒരു സാധനം വെച്ചേക്ക, ഇവിടെ ഒരു ടോർച്ച് വെച്ചേക്ക, അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ നേരം അടുത്ത ഓപ്പൺ ഉണ്ടാവും. ഇത് വീണയാവാനാ ഞാൻ ഇങ്ങോട്ട് പോയായിരുന്നോ? അവിടെ ഒന്നും ഇല്ല, ഞാൻ ചെന്ന് നോക്കി. ഇപ്പൊ ഈ ഒരു കേവ് അല്ല, ഇവിടെ ഒരു തേങ്ങയും ഇല്ല. കോള് കാണുന്നൊക്കെ പറക്കി എടുത്തോട്ടെ. ഞാൻ ഇവിടെ എവിടെ അയങ്ങുണ്ട്, ഞാൻ അത് പറക്കാൻ വന്നപ്പോഴാണ് നീ ചത്തത്. കോളുണ്ട് വേണ്ടത്. എടുത്തോ. നിന്റെ ടോർച്ചിന്റെ ആ കണ്ടു. ഞാൻ ഇവിടെ ഇങ്ങനെ എടുക്കാൻ വന്നപ്പോഴാണ് നീ ചത്തത്. അത് കളക്ട് ചെയ്തോട്ടാ. എന്റെ അമ്മ എന്തോരം കോളാ. അമ്മേ അയണുണ്ടല്ലോ. അയണുണ്ട് അത്യാവശ്യം. പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പൊട്ടിച്ചോ നീ കയറി പൊട്ടിച്ചോ. താഴോട്ട് തന്നെ ഞാൻ വിളിച്ചോ. ഞാനും വരാം. എന്തോരം കോളാണ്. ട്രംപൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഇവിടെ അടുത്ത യുദ്ധം വരും. കഴിഞ്ഞില്ലേ? ഫ്രീഡം കഴിഞ്ഞില്ലേ? ഉണ്ടോ ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഉണ്ടോ? ക്രാഫ്റ്റിംഗ് ഇല്ല. ഇത് ഈ സ്റ്റാക്ക് എടുക്കാനുള്ളത് എന്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇത് പൊട്ടിച്ചിടാം, നീ എടുത്തോ. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് ബിൽഡ് ചെയ്തിട്ട് പിന്നെ വരാം. ആ റവീന്റെ അടിയിൽ എന്താന്നും കൂടി ഒന്ന് നോക്കിട്ട് വരാം. പ്രവീണല്ല റവീന്റെ ഇവിടെ എന്താന്നും കൂടി നോക്കിട്ട് വരാം. എടാ കോള് കൊറേ ആകാശത്തുണ്ടാ മോനെ, അത് എടുക്കാൻ പോവാനാ വാണി. സത്യം. എന്തിനൊക്കെ ആകാശത്ത് കൊണ്ട് വെക്കുന്നത്? ഇത് പ്ലെയറിന് കിട്ടാൻ വേണ്ടി തന്നെയാണ് അത് വെക്കുന്നത്.
തന്നെയൊക്കെ പണി വരുന്നത് നമുക്ക്. കാര്യം ചെയ്യാം, ഒരു ബ്ലോക്ക് ചാടി ഞാൻ ഏതൊക്കെയോ ഒരു കേവ് ഒക്കെ ഇറങ്ങി പോകുന്നുണ്ട്. തിരിച്ചു വരാൻ വഴി അറിയും. ആ ഞാൻ കണ്ടു. എടാ വലിയ കൊറേ കേവ് കേറിയില്ല ഞാൻ, കേറണതിന് മുമ്പേ. ഏത് ഡയറക്ഷനാ പറയാ? ഓ നീ ഇങ്ങോട്ട് പോയോ? ലാവന്റെ സൈഡിലോട്ട് പോയോ? ആ അങ്ങോട്ട് പോയി. അവിടെ ഞാൻ അതിന്റെ മുകളിൽ കുറച്ച് കോള് ഉണ്ട്. അത് നീ കോപ്പർ മൊത്തം വിറക്കച്ചേക്കണം എന്തിനാ? ഞാൻ ഇത് പൊട്ടിക്കണേനാണെങ്കിൽ വന്ന് കേറണ. ഞാൻ അറിയണുണ്ട് ഇത് കോപ്പറാണ്. കോപ്പറോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതെ. കോപ്പറോണ്ട് പ്രത്യേകിച്ച് കാര്യം. ഇതല്ല ഏ അയൺ പോലെ വല്ലവരെങ്കിൽ പിന്നെയും പറയായിരുന്നു. എന്നാ ഞാൻ ഇതാ തീയിലിടട്ടെ. വേണ്ട വേണ്ട വച്ചു. ഇനി അവൻ ആൻഡ്രൂക്കല്ലേ പറഞ്ഞ ആവശ്യമുണ്ടോന്ന് നമ്മൾ ചിന്തിക്കണ പോലെ ആയിരിക്കില്ല. എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും ആവശ്യം വരുമ്പോ. എന്നാ പിന്നെ എടാ ഈ ഫ്ലോറ് കയറണ്ടല്ലോ. ഇതേടാ ഇതെന്താ ഇതിന്റെ ഉള്ളിൽ കയറിയായി? എന്തിന്റെ ഉള്ളിൽ? ഞാൻ അങ്ങോട്ട് പോയില്ല. അങ്ങോട്ട് പോവാ ആദ്യം ഇവിടെ. എടാ ഒരു കാര്യം ചെയ്യാത്ത തിരിച്ചു പോയിട്ടേ നമുക്ക് ഫുഡ് കളക്ട് ചെയ്ത് മറ്റേ സാധനം സെറ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് വരാം. വാ വാ വാ. ശരിയാ. പിക്കാക്സ് പിക്കാക്സ് മറ്റേ ഒരു സോഡ് ഒക്കെ കൂടെ സെറ്റ് ചെയ്തിട്ട് വരാം. എന്റെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പൊ കിട്ടിയതൊക്കെ കൂടെ മെൽറ്റ് ചെയ്യാവാ. ഇപ്പൊ രാത്രിയും കൂടെ റിസ്ക് എടുക്കണ്ടാവാ. അല്ല ഇപ്പൊ എന്തിനാ പവർ ഇല്ലാത്ത? ചുമ്മാ പോണ മറ്റേ നോർമൽ സോംബിക്ക് വരെ 10-15 അടി അടിക്കണം ഞാൻ. സത്യം പ്രോട്ടീൻ പൗഡറും എവിടെയെങ്കിലും കേട്ടെ. ഈ മറ്റോ കിടന്ന് ഉറങ്ങാത്ത എന്തിരി? വടക്കം ബ്രോ വോയിസ് സ്റ്റാർട്ടിൽ ഉണ്ടോ ബ്രോ? കിടന്നുറങ്ങണ നീ മാത്രം ഉറങ്ങാനുള്ളൂ. വാ.